Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Chapter number 30, 30, ventilator. ഇതില് 30 ആണ്, നിങ്ങളുടെ കയ്യിൽ 30 ആയിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും ഇവിടെ പോയി, സമയം കഴിഞ്ഞല്ലോ. ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിലാണ് വെന്റിലേറ്റർ അക്യൂർ ചെയ്യേണ്ടത്? ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിലാണ്? കേൾക്കുന്നില്ലേ നിങ്ങള്? Good morning. Okay. Asthma, ARDS, COPD, cardiac arrest, stroke, coma, collapsed leg, brain injury, drug overdose, lung diseases, upper spinal cord injuries, lung infections. Then sepsis, pneumonia, premature lung diseases, then lung development. Okay. Okay. ഇനി ഇത് പറഞ്ഞായിരുന്നോ? ഡ്യൂറിങ് സർജറി വെന്റിലേറ്റേഴ്സ് നീഡ് അത് പറഞ്ഞായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തത്
യെസ്, എവിടെ വരെ പറഞ്ഞു? ഡ്യൂറിങ് സർജറി റിക്കവറി പറഞ്ഞോ? സ്റ്റാർട്ട് ചെയ്തത് ഈ പാരഗ്രാഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഏതൊക്കെ പീരീഡിലാണ് വെന്റിലേറ്റർ ആവശ്യമായി വരുന്നത്? പ്രധാനമായും 2 പീരീഡിലാണ് അല്ലെ? ഡ്യൂറിങ് സർജറി ആൻഡ് റിക്കവറി ഫ്രം സർജറി. ഡ്യൂറിങ് സർജറി ആൻഡ് റിക്കവറി ഫ്രം സർജറി. Okay, a ventilator can provisionally perform the breathing for the patient while he is under general anesthesia. എന്താണ്? സർജറിയുടെ സമയത്ത് എന്താണ്, എന്ത് കൊടുക്കുന്നുണ്ട്? സർജറിയുടെ സമയത്ത് എന്ത് കൊടുക്കുന്നുണ്ട്? ഡ്യൂറിങ് സർജറി. യെസ്, അനസ്തേഷ്യ. ഓക്കെ, അതായത് സർജറിയുടെ സമയത്ത് ജനറൽ അനസ്തേഷ്യ ആയിരിക്കുന്ന ആ ഒരു ഘട്ടത്തില് എന്താണ്, ഒരു വെന്റിലേറ്റർ രോഗിയുടെ ശ്വസനം നിലനിർത്താനായിട്ട് ആ ഡ്യൂറിങ് സർജറി പീരീഡിലും എന്താണ്, വെന്റിലേറ്ററിൽ തന്നെ ആയിരിക്കണം ആ ഒരു പേഷ്യന്റ് ഇരിക്കുന്നത്. ഡ്യൂറിങ് സർജറി ടൈമിലും എന്താണ്, വെന്റിലേറ്ററിന്റെ ആവശ്യകത അത്യാവശ്യമാണ്. റിക്കവറി ഫ്രം സർജറി. സർജറി ആഫ്റ്റർ ദ സർജറി, റിക്കവറി അതായത് സർജറിക്ക് ശേഷം എന്താണ്, പേഷ്യന്റ് മെയിൻ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം അല്ലാതെ വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു മിനിറ്റ്, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? PDF കാണുന്നുണ്ടല്ലോ. Okay.
ഓക്കെ, ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാമോ? ഓക്കെ. ഓക്കെ, റിക്കവറി ഫ്രം സർജറി. വേറെ വോയിസ് വരുന്നുണ്ടോ? അത് അപ്പുറപ്പുറമൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. സംസാരിക്കുന്ന ശബ്ദമാണോ കേൾക്കുന്നത്? ഒന്ന് ഞാൻ കുറച്ച് ഉറക്കെ പറയാം. Okay, recovery from surgery. A patient may occasionally require a ventilator to assist with the breathing for hours or longer following particularly. ഇനി ഒരു സർജറിക്ക് ശേഷവും എന്താണ് പേഷ്യന്റിന് മണിക്കൂറുകളോളം എന്താണ് വെന്റിലേറ്റർ സൗകര്യം ആവശ്യമായി വന്നേക്കാം. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവേഴ്സ്, ഒരുപാട് അവേഴ്സ് എന്താണ് വെന്റിലേറ്ററിൽ തുടരേണ്ട ഒരു ആവശ്യകതയും ആഫ്റ്റർ റിക്കവറിംഗ് ദ സർജറിയിലും പേഷ്യന്റിന് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും 2 പീരീഡ്സിലാണ് വെന്റിലേറ്റർ സൗകര്യം സാധ്യമാക്കുന്നത്. ഒന്ന് ഡ്യൂറിംഗ് സർജറിയിലും ദെൻ റിക്കവറി ഫ്രം സർജറിയിലും. ഓക്കെ ആണോ? യെസ്. ഇനി വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻഡ് ഇൽനെസ്. വെന്റിലേറ്റർ ഒരു അസുഖവും തന്നെ സുഖപ്പെടുത്തുന്നില്ല, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്? വെന്റിലേറ്റർസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടു മെയിൻറ്റെയിൻ the patient's breathing while the body battles an infection. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഒരു വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്. അതൊരു എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതൊരു മെഷീൻ ആണ്. ഓക്കെ, അതൊരു അസുഖവും പൂർണ്ണമായി മാറ്റുന്നുണ്ട്. ഒരു അസുഖം മാറ്റുന്ന ഒരു സാധനമല്ല എന്ത് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഒരു എക്യുപ്മെന്റ് ആണ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്? ഇങ്ങനെയാണ്. എ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു expel carbon dioxide from your body and pump oxygenated air into your airways. എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ഇത് വായിച്ചിട്ട് മനസ്സിലായില്ലേ? മെഡിക്കൽ വെന്റിലേറ്റർ എന്താണ് ചെയ്യുന്നത്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ അകത്തേക്ക് കയറ്റാനായിട്ട് സഹായിക്കുന്നു, അല്ലെ? ഒരു മെഡിക്കൽ വെന്റിലേറ്ററിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ എന്താണ് ഓക്സിജൻ ശ്വാസനാളങ്ങളിലേക്ക് പമ്പ് ചെയ്യുവാനും സഹായിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ്, നമ്മുടെ ബോഡിയിൽ നിന്നും CO2 പുറത്തു എടുത്ത് O2 പമ്പ് ചെയ്യുന്നു. ഓക്കെ, ഏതിൽ കൂടെയൊക്കെയാണ് എയർവേസ് പോകുന്നത്? എയർവേ ഏതെല്ലാം തരത്തിലാണ് പോകുന്നത്? ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതില്? യെസ്, നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്. വോയിസ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാല്? വോയിസ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർനെക്സ്, വോയിസ് ബോക്സ്, വൈൻഡ് പൈപ്പ്, ലങ്സ് ട്യൂബ്സ്. അതായത് ത്രോട്ട് എന്താണ്? തൊണ്ട. വോയിസ് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശ്വസന യന്ത്രം, അല്ലെ? വോക്കൽ, അതാണ് വോയിസ് ബോക്സ് എന്ന് പറയുന്നത്. വിൻഡ് പൈപ്പ് എന്താണ്? ശ്വാസനാളം. വിൻഡ് പൈപ്പ് എന്താണ്? ശ്വാസനാളം. ലങ് ട്യൂബ്സ്. ലങ് ട്യൂബ്സ് എന്താണ്? ശ്വസന ട്യൂബുകൾ.
ശ്വസന ട്യൂബുകൾ. ഓക്കെ, അപ്പൊ ഇത്തരം വസ്തുതകളിൽ കൂടിയാണ്, ഇത്തരം അവയവങ്ങളിൽ കൂടിയിട്ടാണ് എന്ത് PDF കാണുന്നില്ലേ? ആരും കാണുന്നില്ല? കാണുന്നുണ്ടോ ഇല്ലയോ? എസ് എന്ന് പറയുന്നത് എന്താണ്? കാണുന്നുണ്ടോ എന്നാണ്. കാണാം. എടോ ചിലപ്പോ നിങ്ങൾക്ക് റേഞ്ചിന്റെ പ്രശ്നവും കൂടി ചിലപ്പോ കാണാത്തിരിക്കും കേട്ടോ. റേഞ്ച് ഉള്ളോടത്തിരിക്കാം. ഓക്കെ, ഇത്രയും എയർവേസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, പൈപ്പ് ആൻഡ് ലൈൻ ട്യൂബ്സ്. ഇതിൽ കൂടിയിട്ടാണ് എയർ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, then one of two methods for pushing oxygen into the lungs from a ventilator. അപ്പൊ പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കുള്ളൂ, എനിക്കറിയില്ല എങ്ങനെയാണ്. കയ്യില് PDF ഇല്ലേ നിങ്ങളുടെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ കയ്യില്? ഇല്ലാത്തവരുടെ അപ്പൊ അത് നോക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. One of two methods of pushing oxygen into the lungs from a ventilator is either a breathing tube or a fitted mask. ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ തള്ളുന്നത്? ഏതൊക്കെ മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഒരു ബ്രീത്തിങ് ട്യൂബ്, അല്ലെങ്കിൽ ഒരു ഫിറ്റഡ് മാസ്ക്, അല്ലെ? ശ്വസന ട്യൂബോ അല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക് ധരിച്ചിട്ടാണ് ഓക്സിജൻ അകത്തേക്ക് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് മെത്തേഡ്സ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതായത് വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ തള്ളുന്നതിനുള്ള രണ്ട് രീതികളിൽ ഒന്നാണ് എന്ത്? ഒന്ന് ശ്വസന ട്യൂബ്, ബ്രീത്തിങ് ട്യൂബും ദെൻ ഫിറ്റഡ് മാസ്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Being on a ventilator while the patient is conscious can be very uncomfortable, especially the patient has a breathing tube down to the throat. While attached to the ventilator, they are unable to speak, eat, or move about. എന്താണ് പറയുന്ന? രോഗി ഒരു കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് വെന്റിലേറ്ററിൽ ഇരിക്കുന്നത് വളരെയധികം ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഈ അൺകംഫർട്ടബിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്? എസ്പെഷ്യലി ദ പേഷ്യന്റ് ഹാസ് എ ബ്രീത്തിങ് ട്യൂബ് ഡൗൺ ടു ദ ത്രോട്ട്. അതായത് ആ പേഷ്യന്റിന്റെ തൊണ്ടയിലേക്ക് എന്താണ് ഈ ശ്വസന ട്യൂബ് കടത്തി വിട്ടിരിക്കുന്നതിനാൽ തന്നെ രോഗിക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ അങ്ങനെ അതിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത്? ആൾക്ക് സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ മൂവ് ചെയ്യാനൊന്നും സാധിക്കില്ല. കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിന് കേട്ടോ, കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിന് അനുഭവപ്പെടുന്ന അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്ത്? ആൾക്ക് സംസാരിക്കാനും കഴിയില്ല, ഭക്ഷണം കഴിക്കുവാനോ മൂവ് ചെയ്യാനൊന്നും സാധിക്കാതെ വരുന്നു. ഓക്കെ, അതായത് വെന്റിലേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നതിനാല് ആൾക്ക് സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ മൂവ് ചെയ്യാനോ ഒന്നും സാധിക്കാതെ വരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. A patient on ventilator requires to get monitor for his. A patient on ventilator requires to get monitor for his. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ഇരിക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്? ആ പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ് അതായത് ബ്രീത്തിങ്, then oxygen saturation, also need regular chest X-ray or scans. Additionally, blood tests may be required to determine the blood's oxygen in carbon dioxide levels. ഏതൊക്കെ സിറ്റുവേഷൻസ് അല്ല ഏതൊക്കെയാണ് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യേണ്ടത്?
പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ് അല്ലെ, then ബ്ലഡ് പ്രഷർ BP ചെക്ക് ചെയ്യണം, then റെസ്പിറേറ്ററി റേറ്റ് ബ്രീത്തിങ് ലെവല് ചെക്ക് ചെയ്യണം, then ഓക്സിജൻ സാച്ചുറേഷൻ, then റെഗുലർ ചെസ്റ്റ് എക്സ്റേ ഓർ സ്കാൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ആ പേഷ്യന്റിന്റെ ചെസ്റ്റ് എക്സ്റേയും സ്കാനുകളും എടുത്തുകൊണ്ടിരിക്കണം. then additionally blood test may be required to determine the blood's oxygen in carbon dioxide level. എന്താണ് ആ രക്തത്തിൽ ഓക്സിജന്റെ ലെവല് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ആ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes. ക്ലിയർ അല്ലേ? മനസ്സിലാകുന്നില്ലേ പറയുന്നത്? യെസ്. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ഭാഗം പറഞ്ഞോട്ടെ. അടുത്ത ഭാഗം പറഞ്ഞോട്ടെ. ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു മെക്കാനിക്കൽ വെന്റിലേഷനിലുള്ളത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? എന്തൊക്കെ ഗുണങ്ങളാണ് മെക്കാനിക്കൽ വെന്റിലേഷൻ കൊണ്ടുള്ളത്? ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. എന്താണ്? The patient does not have to exert as much effort to breathe. The patient does not have to exert as much effort to breathe. എന്താണ്? രോഗിക്ക് ഒട്ടും തന്നെ പ്രയാസമില്ലാതെ ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ശ്വസിക്കാൻ എന്താണ് ഒരു യാതൊരുവിധ പ്രയത്നവും ആ രോഗിക്ക് ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ മെഷീൻ ആണത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? The patient does not have to exert as much effort to breathe. രോഗിക്ക് ഒട്ടും തന്നെ പ്രയാസമില്ലാതെ ഒട്ടും തന്നെ എഫേർട്ട് എടുക്കാതെ തന്നെ ശ്വസിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ ആണോ ഫസ്റ്റ് പോയിന്റ്? The patient's breathing is likely to become normal. Patient's breathing is likely to become normal. എന്താണ്? രോഗിയുടെ ശ്വാസം സാധാരണ നിലയിലാകാൻ ഈ ഒരു മെക്കാനിക്കൽ വെന്റിലേഷൻ കൊണ്ട് സാധിക്കുന്നു. ഒരു രോഗിയുടെ ബ്രീത്തിങ് ശ്വാസം സാധാരണ നിലയിലാകാൻ നോർമൽ ആകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, then helps the patient receive as much oxygen as he or she requires. Helps the patient receive as much oxygen as he or she requires. എന്താണ് പറയുന്നത്? ആവശ്യത്തിന് ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്സിജൻ റിസീവ് ചെയ്യാനായിട്ട് ഈ ഒരു മെക്കാനിക്കൽ വെന്റിലേഷൻസിലൂടെ സാധിക്കുന്നു. Then maintains a stable airway. Maintains stable airway. Maintain stable airway എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ടൊരു എയർവേ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെന്റിലേഷനിലൂടെ സാധിക്കുന്നു. സ്ഥിരമായിട്ട് വായു എയർവേ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെന്റിലേഷനിലൂടെ സാധിക്കുന്നു. Okay, then permits medication to work and the body to make better. Permits medications to work and the body to make better. എന്താണ്? വെന്റിലേഷൻ സൗകര്യം ഉപയോഗിക്കുന്നതിനാണ് എന്ത് സംഭവിക്കുന്നുണ്ട്? മരുന്നുകൾ പ്രവർത്തിക്കാൻ, പേഷ്യന്റിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന മരുന്നുകൾ പ്രവർത്തിക്കുവാനും ആളുടെ ശരീരം മെച്ചപ്പെടുവാനും അനുവദിക്കുന്നു അല്ലെ? എല്ലാ കൊടുക്കുന്ന മെഡിസിൻസ് എന്താണ്? അതിൽ റിയാക്ട് ചെയ്യാനും ബോഡി മെച്ചപ്പെടുവാനും രോഗിയുടെ ശരീരം എന്താണ് റിക്കവർ ചെയ്യാനായിട്ട് വെന്റിലേഷനിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഏതൊക്കെയാണോ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റിന് യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ? സെക്കൻഡ് പോയിന്റ് എന്താണ്?
രോഗിയുടെ ശ്വസന നില നോർമൽ ആക്കിയിരിക്കുന്നു. Then helps patient receive as much oxygen, അല്ലെ? എന്താണ് ഓക്സിജൻ, ആവശ്യമുള്ള ഓക്സിജൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. Then maintain stable airway and എന്താണ് സ്ഥിരമായിട്ടൊരു വായുമാർഗം നിലനിർത്തുന്ന എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നു. Then എന്താണ് മരുന്നുകൾ പ്രവർത്തിക്കുവാനും ശരീരം മെച്ചപ്പെടുത്തുവാനും വെന്റിലേഷൻ സൗകര്യം സഹായിക്കുന്നു. Okay. Yes, body to make better. Okay, അപ്പം ബെനിഫിറ്റ്സ് ക്ലിയർ ആണോ? ബെനിഫിറ്റ്സ് ക്ലിയർ ആണോ? Okay. Then അടുത്ത ഭാഗം പറയട്ടെ. Risk of being on a ventilator. Risk of being on a ventilator. Risk of being a ventilator. ഇനി എന്തെല്ലാം റിസ്കുകളാണ് ഒരു വെന്റിലേറ്ററിൽ തുടരുമ്പോൾ ഉണ്ടാകുന്നത്? അതായത് ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസമോ 2 ദിവസമോ കിടക്കുന്ന കാര്യമല്ല, ഒരുപാട് നാള് വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിൽ ഉള്ള റിസ്കുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് നാള് കിടക്കുമ്പോൾ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. Life can be saved by a ventilator. Nevertheless, like other testaments, when ventilators can cause future side effects. This is more common if the patient is on a ventilator for a prolonged period. എന്താണ് നമ്മളുടെ ലൈഫ് സേവ് ചെയ്യുന്ന ഒരു മെഷീൻ തന്നെയാണ് വെന്റിലേറ്റർ. എന്നിരുന്നാലും എന്താണ് പ്രോലോങ്ഡ് പീരീഡ്, അതായത് ഒരുപാട് നീണ്ട കാലം ലോങ് ടൈമില് എന്താണ് ഇത് ഉപയോഗിക്കുമ്പോൾ നിരവധി റിസ്കുകൾ അല്ലെ അപകട സാധ്യതകള് നമ്മള് അഫക്ട് ചെയ്യേണ്ടി വരും. എന്തൊക്കെ റിസ്കുകളാണ് ഒരു വെന്റിലേറ്ററിൽ ഒരുപാട് കാലം നീണ്ടു നിന്നാല് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ മോസ്റ്റ് കോമൺ റിസ്കുകൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമോണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്, sedation related dementia, fluid overload and lung injury. Okay, ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഇൻഫെക്ഷൻ. One of the main risks being on a ventilator with a breathing tube is infection. നമ്മൾക്കറിയാം ഒരു ബ്രീത്തിങ് ട്യൂബ് നമ്മളുടെ തൊണ്ടയിലേക്ക് അമർത്തി വെക്കുന്നുണ്ട് അല്ലെ. അതിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ നിന്ന് എങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു? Fluid and mucus developing throat and windpipe can permit germs to the pile up on the breathing tube. എന്താണ് അതിലുണ്ടാകുന്ന ഫ്ലൂയിഡും മസ്കസ് എന്താണ് നമ്മുടെ കഫമില്ലേ, ഇത് ഫ്ലൂയിഡ് കടത്തിവിടുന്ന സമയത്ത് എന്താണ് ഈ മസ്കസ് കൂടുതലായിട്ട് വരാൻ, കഫം കൂടുതലായിട്ട് വരാനുള്ള തൊണ്ടയില് ചാൻസസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്താണ് ജെംസ് അല്ലെ അണുക്കൾ വരാനും അവിടെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ബ്രീത്തിങ് ട്യൂബിൽ കൂടി തന്നെ എന്താണ് ഇൻഫെക്ഷൻസ് വരാനും ചാൻസസ് ഉണ്ട്. ഇനി ഈ വരുന്ന ജെംസ്, അതിലുണ്ടാകുന്ന ജെംസ് അല്ലെ അണുക്കൾ എന്താണ്, these germs can then move on the lungs. ഇവ എന്താണ് എവിടേക്കാണ് പോകുന്നത്? ലങ്സിലേക്ക് അല്ലെ ശ്വാസകോശത്തിന്റെ അകത്തേക്ക് ഇവ മൂവ് ചെയ്യുകയും ഏതൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു? ന്യൂമോണിയയും അതുപോലെ തന്നെ സൈനസ് ഇൻഫെക്ഷനും ഇടയാക്കുന്നു. പറയാം, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിലേക്ക് കടത്തിവിടുന്ന തൊണ്ടയിലേക്ക് അമർത്തി വിടുന്ന ആ ഒരു ട്യൂബിൽ കൂടി എന്താണ് ഫ്ലൂയിഡ് ആൻഡ് മസ്കസ്, ആ ഫ്ലൂയിഡും നമ്മുടെ കഫവും കൂടി ചേർന്ന് എന്താണ് മ്യൂക്കസ്. അവിടെ നിന്ന് എന്താണ് ജേംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ജെംസ് ലങ്സിലേക്ക് മൂവ് ചെയ്യുകയും ലങ്സിലേക്ക് പടരുകയും അതുപോലെ തന്നെ എന്താണ് ന്യൂമോണിയ, സൈനസ് ഇൻഫെക്ഷൻ മുതലായവ പിടിപെടാനുള്ള ചാൻസസും
എന്താണ് ഈ വെന്റിലേറ്ററിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ സൈനസ് ഇൻഫെക്ഷൻ കൂടുതൽ കഫം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. സൈനസൈറ്റിസ് കേട്ടിട്ടില്ലേ നമ്മള്? സൈൻ എന്താണ് സൈനസ് എന്ന് പറഞ്ഞാല്? നാസൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ ക്ലിയർ ആണോ? യെസ്. ഇനി ഇറിറ്റേഷൻ. The breathing tube can tap against and irritate the throat or lungs. It can also make it hard to cough. എന്താണ്? തൊണ്ടയിൽ ഈ ഒരു ശ്വസന ട്യൂബ് കടത്തി വിട്ടതിനാല് എന്താണ് ആൾക്ക് ചുമയ്ക്കാനായിട്ട് സാധിക്കാതെ വന്നു. ഇപ്പൊ എന്താണ് അവിടെ ഇറിറ്റേഷൻ, വളരെ ബുദ്ധിമുട്ട്, ചുമയ്ക്കാൻ പറ്റാതാവുമ്പോൾ എന്താണ് വളരെയധികം ഇറിറ്റേറ്റഡ് ആവുന്ന ആ പേഷ്യന്റ്. ഇപ്പൊ എന്താണ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുമ്പോൾ മാത്രമുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത്. അതായത് ഈ ട്യൂബ് കടത്തി വിട്ടിരിക്കുന്നതിനാല് ആൾക്ക് നല്ല രീതിയിൽ ചുമയ്ക്കാനായിട്ട് സാധിക്കാതെ വരുന്നു, ഇറിറ്റേറ്റഡ് ആവുന്നു. ഓക്കെ, It can also make it hard to cough. ചുമയ്ക്കാനായിട്ട് വളരെയധികം പ്രയാസപ്പെടേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഈ ശ്വസന ട്യൂബിൽ കൂടിയാണ് ഈ കുഴലുകള് അകത്തേക്ക് കയറ്റിട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ചുമയ്ക്കാനായിട്ട് ഡിഫിക്കൽട്ടീസ് വരുന്നു. ഓക്കെ ആണോ? പിള്ളേരെ? ഓക്കെ. വോക്കൽ കോഡ് ഇഷ്യൂസ്. വോക്കൽ കോഡ്സില് ഇഷ്യൂസ് ഉണ്ടാവും. വോക്കൽ കോഡ് എന്താണ്? നമ്മുടെ സ്വനയന്ത്രം അല്ലെ, ശബ്ദം ഉണ്ടാക്കുന്ന ഏരിയ അല്ലെ, അവിടെ എന്താണ് ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇഷ്യൂസ് വരാൻ ചാൻസസ്? Breathing tube goes through the voice box. ഈ ബ്രീത്തിങ് ട്യൂബ് ഏതിൽ കൂടിയാണ് കടത്തിവിട്ടിരിക്കുന്നത്? വോക്കൽ കോഡ് അടങ്ങുന്ന വോയിസ് ബോക്സിൽ കൂടിയാണ്. ഈ അതായത് ശ്വസനനാളം അല്ലെ, അതിൽ കൂടിയാണ് ഈ ശ്വസന ട്യൂബ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതുകൊണ്ട് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ രോഗിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഈ ട്യൂബ് വോയിസിന് പ്രത്യേകം ദോഷം ചെയ്യുവാനും ചാൻസസ് ഉണ്ടാകുന്നത്. A breathing tube goes through the voice box or larynx, which consists of vocal cords. This is why the patient cannot speak when being on a ventilator. The breathing tube can harm the voice box. എന്താണ് പറയുന്നത്? വോക്കൽ കോഡിൽ അടങ്ങുന്ന വോയിസ് ബോക്സ് വോക്കൽ കോഡ് അടങ്ങുന്ന വോയിസ് ബോക്സിലൂടെയാണ് ഈ ട്യൂബ് കടന്നു പോകുന്നത്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ രോഗിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ട്യൂബ് വോക്കൽ കോഡിൽ കടന്നു പോകുന്നത് തന്നെ എന്താണ് നമ്മുടെ ശബ്ദത്തിന് തകരാറ് വരുവാനും ചാൻസസ് ഉണ്ട്. ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ, പൾമോണറി എഡിമ. The air sacs in the lungs can get filled up with film. പൾമോണറി എഡിമ എന്ന് പറഞ്ഞ എന്താണ്? ലങ്സിൽ ഫ്ലൂയിഡ് കൂടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ലങ്സിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് അല്ലെ, ലങ്സിൽ നീർക്കെട്ട് വരാനും ഇത്തരത്തിലെ വെന്റിലേറ്റർ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് ഒക്കെ സംഭവിച്ച പേഷ്യൻസിനാണ് അത് കൂടുതലും പൾമോണറി എഡിമയ്ക്ക് ചാൻസ് ഉള്ളത്. അതായത് നമ്മുടെ ഹാർട്ട് കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനം നയിക്കാത്തത് കൊണ്ടാണ് എന്താണ് അവിടെ നീർക്കെട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ശ്വാസകോശത്തിൽ നീർക്കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് പൾമോണറി എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, ശ്വാസകോശത്തിലെ നീര് നീണ്ടു നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പൾമോണറി എഡിമ. ഓക്കെയാണ് പിള്ളേരെ? ഓക്കെ,
Then blood clots. Blood clots. അടുത്ത ഒരു റിസ്ക് ആണ് എന്താ blood clots. Lying in the same position for a long time can enhance the risk of blood clots forming. എന്താണ്? അതായത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒരേ സ്ഥാനത്ത് ഒരുപാട് കാലം അല്ലെ ദീർഘകാലം നീണ്ട ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുകയാണെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. Lying in the same position. ആ രോഗി എന്താണ് സെയിം പൊസിഷൻസിൽ തന്നെയായിരിക്കും കിടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും ചാൻസസ് ഉണ്ട്. രക്തം കട്ട പിടിക്കുന്നതിനുള്ള സാധ്യത ഏറെ വർദ്ധിക്കുന്നു. ഓക്കെ ഓക്കെ അല്ലേ, ഇതൊക്കെ മനസ്സിലാവുന്ന രൂപത്തിലല്ലേ നിങ്ങള്? Then sedation related dementia. Sedation related dementia. Sedation related dementia. This can be resulted by the sedative and many other medications provided to an individual who is on a ventilator with a breathing tube. എന്താണ്? അതായത് മയക്കവുമായി ബന്ധപ്പെട്ട ഡിമെൻഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മയക്കത്തിലായിരിക്കും ആള്, സെഡേഷൻ പീരീഡിലായിരിക്കുള്ളൂ അല്ലെ. അതായത് ശ്വസന ട്യൂബ് വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന ടൈമിൽ എന്താണ് അതർ മെഡിറ്റേഷൻസ്, അതർ മെഡിസിൻസ്, മയക്കത്തിന് കൊടുക്കുന്ന അതർ മെഡിസിൻസ് എന്താണ് ഈ രോഗിക്ക് കൂടുതൽ സെഡേഷനിലേക്ക്, അതായത് മയക്കത്തിനുള്ള കൂടുതൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു. ഒരുപാട് സെഡേഷൻ മരുന്നുകൾ കൊടുക്കുന്നതിനാണ് ആള് ഇപ്പോഴും എന്താണ് ആദ്യം ഒരു ഓർമ്മശക്തി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഓർമ്മയില്ലാത്തൊരു മയക്കത്തിൽ തന്നെ പേഷ്യന്റ് തുടരുവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ബ്രീത്തിങ് ട്യൂബുള്ള വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന സെഡേഷൻ മരുന്നുകളും മറ്റു പല മരുന്നുകളും എന്താണ് ആളെ കൂടുതലും എന്താണ് മയക്കത്തിൽ തന്നെ തുടരാനായിട്ടും ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ. ഫ്ലൂയിഡ് ഓവർലോഡ്. Fluid overload. This can be caused by continuous infusions, drug toxicity and renal failure. എന്താണ് പറയുന്നത്? ഫ്ലൂയിഡ്, ഒരുപാട് ഫ്ലൂയിഡ്സിൽ ഓവർലോഡ് ആയിട്ട് ഈ വെന്റിലേറ്റിംഗ് സൗകര്യത്തിൽ ആവശ്യമായി വരുന്നത് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? തുടർച്ചയായിട്ട് അതിനുള്ളിൽ നിന്നൊരു ഡ്രഗ്സ് അല്ലെങ്കിൽ ഒരു വിഷാംശം എത്തിപ്പെടാനായിട്ട് ചാൻസസ് ഉണ്ട്. മാത്രമല്ല കിഡ്നി ഫെയിലിയർ ആവാനായിട്ട് അല്ലെ, വൃക്കകൾ തകരാറിലാവാനും ഇത്തരത്തിൽ ഓവർ ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ എന്താണ് അതിന്റെ ഓവർഡോസസ് ഉണ്ടാവും. ഓവർഡോസസ് എന്താണ് മറ്റസുഖങ്ങൾക്കും കൂടിയിട്ട് കാരണമാകാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായും കിഡ്നി തകരാറിലാകുന്നു കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പീരിയഡിൽ ഇങ്ങനെ ഒരുപാട് നീണ്ട കാലങ്ങൾ നിൽക്കുകയല്ലേ, അപ്പൊ എന്താണ് മരുന്നുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കിഡ്നിക്കും തകരാറ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഓക്കെയാണോ? ഫ്ലൂയിഡ് ഓവർലോഡ് ഓക്കെയാണോ? സ്ക്രിതി ചിന്നു, സ്ക്രിതി എന്നാണോ പേര്? സ്ക്രിതി എന്താണോ സ്ക്രിതി എന്ന് പറഞ്ഞാല് മീനിങ് എന്താണ്? മീനിങ് ഇല്ല. സ്ക്രിതി ചിഞ്ചു പോയി. ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പരിസരത്ത് ഉണ്ടാവില്ല. ഏതാണോ പറയേണ്ടത്? ഫ്ലൂയിഡ് ഓവർലോഡ് ആണോ പറയേണ്ടത്? ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ട് ഓരോ മരുന്നുകൾ ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് വിഷാംശം പകരാനും അത് നമ്മുടെ കിഡ്നി തന്നെ ഫെയിലിയർ ആവാനായിട്ടും ചാൻസസ് ഉണ്ട്. കിഡ്നിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തകർച്ചകൾ സംഭവിക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ,
സഡേഷൻ എന്താണ്? സഡേഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മയക്കവുമായി ബന്ധപ്പെട്ട ഡിമെൻഷ്യ. അതായത് എന്താണ്? ശ്വസന ട്യൂബിൽ ഉള്ള വെന്റിലേറ്ററിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് കൂടുതൽ സഡേഷൻ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആളെന്താണ് എപ്പോഴും ഒരു നോർമൽ ആയിട്ട് ഇരിക്കണമെന്നില്ല. ആളെപ്പോഴും ഒരു മയക്കത്തിലോ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്നൊരു ഓർമ്മയില്ലാത്തൊരു അവസ്ഥയിലായിരിക്കാം നീണ്ട കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആള് കോൺഷ്യസ് ആയിരിക്കില്ല. എപ്പോഴും ഒരു സെഡേഷൻ പീരീഡിൽ തന്നെ ആയിരിക്കും ആ പേഷ്യന്റ് ഇരിക്കും. ഓക്കെ. അടുത്തത് എന്താണ്? ലങ് ഇഞ്ചുറി. ലങ് ഇഞ്ചുറി എന്താണ്? ശ്വാസകോശങ്ങൾ കേൾക്കുന്ന ക്ഷതങ്ങൾ, ലങ് ഇഞ്ചുറി. ഈ ലങ് ഇഞ്ചുറി പ്രധാനമായിട്ടും പല റീസൺസിലൂടെയാണ് ഉണ്ടാകുന്നത്. A ventilator can cause lung damage. വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താണ് ശ്വാസകോശത്തിന് ഡാമേജസ് വരാൻ ചാൻസസ് ഉണ്ട്. ഏതൊക്കെ റീസൺസിലാണ്? This can occur for several reasons. എന്തൊക്കെ കാരണങ്ങളാണ് കൊണ്ടാണ് ശ്വാസകോശത്തിന് തകരാറ് വരുന്നത്? എന്താണ് ഫസ്റ്റ് കാരണം? എന്താ കൊടുത്തിരിക്കുന്നത്? Air pressure in the lungs going beyond a normal limit. Air pressure in the lungs going beyond a normal limit. അതായത് അവിടെ കൊടുക്കുന്ന എയർ പ്രഷർ എന്നുള്ള വെന്റിലേഷനില് ആ കൊടുക്കുന്നതിന് ഒരു നോർമൽ ലിമിറ്റ് ഉണ്ട് അല്ലെ. ആ നോർമൽ ലിമിറ്റില് കൂടുതലായാൽ എന്താണ് ലങ്സിന് ശ്വാസകോശത്തിന് തകരാറ് വരാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. ഒരു കൃത്യമായ ഒരു നോർമൽ ലിമിറ്റിലായിരിക്കണം അത് പ്രഷർ ചെയ്യേണ്ടത്. പ്രഷർ ആ നോർമൽ പരിധിയിൽ കൂടി ആയി കഴിഞ്ഞാൽ എന്താണ് ലങ്സ് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. ഓക്കെ ആണോ? Then എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് എയർ പ്രഷർ കൊടുക്കുന്നുണ്ടല്ലോ വെന്റിലേഷൻ സൗകര്യത്തിൽ. അപ്പൊ അതൊരു നോർമൽ ആ ഒരു പ്രഷറിനെ കൊടുക്കുന്ന പ്രഷറിന് ഒരു പീരീഡ് ഉണ്ടാവും. ആ നോർമൽ ലിമിറ്റിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലായി പോയാൽ എന്താണ് ലങ്സ് തകരാറിലാവാനുള്ള ചാൻസസ് ഉണ്ടാവും. കൊടുക്കേണ്ട ലിമിറ്റിൽ തന്നെ കൊടുത്താൽ മാത്രമേ അത് നോർമൽ ആയിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ശ്വാസകോശത്തിന് തകരാറ് വരാനുള്ള കാരണമാണ്. ഓക്കെ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി അത് അറിയാൻ പറ്റുള്ളൂ. Then air seep into the space between the lungs and chest wall. Air seep into the space between lungs and the chest wall. അതായത് ശ്വാസകോശത്തിന്റെയും നമ്മുടെ ചെസ്റ്റ് വാൾ എന്ന് വെച്ചാൽ എന്താണ് നെഞ്ചിന്റെ ഭിത്തിയല്ലേ. നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലുള്ള സ്ഥലത്തേക്ക് വായു എയർ സീപ്പ് ചെയ്യുന്ന വെച്ചാൽ വായുവിന്റെ ഫ്ലോ കൂടുന്നു. ശ്വാസകോശത്തിന്റെയും നെഞ്ചിന്റെ ഭിത്തിയും അതായത് ലങ്സിലും ചെസ്റ്റ് വാളിന്റെ ഭാഗത്തേക്കുമായിട്ട് എന്താണ് ഒരുപാട് എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. അപ്പൊ എന്താണ് ലങ്സിന് ഇഞ്ചുറീസ് വരാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ എയർ അങ്ങനെ ഒരുപാട് ഒഴുകാനായിട്ട് ഇങ്ങനെ എന്താണ് ഫ്ലോ ചെയ്യാനായിട്ട് പാടുള്ളതുണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് ലങ്സിന് തകരാറുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. അതിനെയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. എയർ ഒരുപാട് ലങ്സിലേക്കും ചെസ്റ്റിലേക്കും എയർ ഒരുപാട് പോകുന്ന ഒരു അവസ്ഥയാണ് എന്താ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്സിജൻ ടോക്സിറ്റി ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. അറിയാലോ എന്താണ് പറയുന്നത്? ശ്വാസകോശത്തിൽ വളരെയധികം ഓക്സിജൻ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്താ ഓക്സിജൻ ടോക്സിറ്റി. അതും എന്തിന് കാരണമാകുന്നു? ശ്വാസകോശം ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി നോക്കിയേ. ഏതൊക്കെ റിസ്കുകളാണ് ഒരു വെന്റിലേറ്ററിൽ പ്രോളോങ്ഡ് കാലം നിലനിൽക്കുമ്പോൾ? ഏതൊക്കെ റിസ്ക് ഒക്കെയാണുള്ളത്? ഫസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇൻഫെക്ഷൻ ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണ്? ഫ്ലൂയിഡും മ്യൂക്കസും തമ്മില് എന്താണ് ഒരു ജേംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ന്യൂമോണിയക്കും സൈനസ് ഇൻഫെക്ഷനും കാരണമാകുന്നു. ഓക്കെ. ദെൻ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. എന്താണ്? കനോട്ട് ബ്രീത്തിങ് ട്യൂബ് അകത്തുള്ളതിനാൽ തന്നെ തൊണ്ടയ്ക്ക് അകത്തുള്ളതിനാൽ തന്നെ ആൾക്ക് ചുമയ്ക്കാനായിട്ട് സാധിക്കാതെ വരുന്നു.
വോക്കൽ കോഡ്സിലെ ഇഷ്യൂസ് ഉണ്ടാകുന്നു. വോയിസ് ബോക്സിലൂടെയാണ് ഈ ശ്വസന ട്യൂബ് കടത്തി വിട്ടതിനാൽ ആൾക്ക് സംസാരിക്കുവാൻ സാധിക്കില്ല. മാത്രമല്ല ശബ്ദത്തിന് ദോഷകരമായി ഇത് ബാധിക്കുന്നു. പൾമോണറി എഡിമ എന്താണ്? ശ്വാസകോശങ്ങളിലെ നീർക്കെട്ട് വരാനുള്ള ഒരു രോഗാവസ്ഥയ്ക്കും കാരണമാകുന്നു. ബ്ലഡ് ക്ലോട്ട്സ് എന്താണ്? രക്തം കട്ടപിടി ഒരേ ദീർഘകാലം ഒരേ അവസ്ഥയിൽ തുടരുന്നതിനാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെന്താണ്? സെഡേഷൻ റിലേറ്റഡ് ഡെമൻഷ്യ. ഫ്ലൂയിഡ് ഓവർലോഡ് ആൻഡ് ലങ് ഇഞ്ചുറി. ലങ് ഇഞ്ചുറി എന്തിലാണ്? പ്രധാനമായും 3 കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. എയർ പ്രഷർ കൂടുതൽ നോർമൽ ലിമിറ്റിൽ നിന്നും കൂടുതലായാലും ലങ്സിൽ നിന്നും ചെസ്റ്റ് വാളിലേക്കൊന്നും എയർ ഫ്ലോ ഒരുപാട് കൂടുതലായാലും എന്താണ്? ലങ് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്സിജൻ ടോക്സിറ്റി, ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ശ്വാസകോശത്തിൽ വളരെയധികം ഓക്സിജൻ കൂടിയാലും എന്താണ്? ലങ്സ് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെ റിസ്കുകളാണ് ഒരു വ്യക്തി, ഒരു പേഷ്യന്റ് ഒരുപാട് കാലം വെന്റിലേറ്ററിൽ തുടർന്നാലുള്ളതെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്താണോ? അതായത് തുടർച്ചയായിട്ട് മരുന്നുകൾ ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ്? അതിൽ നിന്നൊരു വിഷാംശം ഉണ്ടാകാൻ, ടോക്സിക് ആയിട്ടുള്ള വിഷാംശം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മുടെ കിഡ്നിക്കാണ് അല്ലെ, നമ്മുടെ വൃക്കകൾക്കാണ് അത് കൂടുതൽ തകരാറ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, ഓവർഡോസ് മെഡിസിൻസ്. യെസ്, ഓക്കെ ഓക്കെ ആണോ പിള്ളേരെ? ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പിള്ളേരെ വിളിച്ചു പോയതുകൊണ്ട് വിളിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ? സ്കൂളിൽ അങ്ങനെ വിളിച്ചത് ശീലമായിപ്പോയി, അതുകൊണ്ട് അങ്ങനെ അത് മാറ്റാൻ പറ്റില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഓക്കെ. Who attends to the patient on mechanical ventilator? It's okay, okay. Who attends the patient on a mechanical ventilator? ആരൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ നോക്കുന്നത്? ഓ, നിങ്ങൾ കുട്ടികളെ പോലെ പോകുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. ആരൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേറ്ററിലെ പേഷ്യൻസിനെ നോക്കുന്നത്, കെയർ ചെയ്യുന്നത്? ആരൊക്കെ ഉണ്ടാവും? The patients who are mechanically ventilated, care providers. Like ആരൊക്കെയാണുള്ളത്? കെയർ പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ്? ഫിസീഷ്യൻസ് ഉണ്ടാകും, അനസ്തേഷ്യസ്റ്റ് ഉണ്ടാകും, പൾമോണറി സ്പെഷ്യലിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റുകള് ഓർ റെസിപ്രേറ്ററി തെറാപ്പിസ്റ്റുകൾ. അതായത് ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ടാവും. ആൻഡ് nurse are liable to take care of them. ആരൊക്കെയാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത്? ആരൊക്കെയാണ്? ഫിസിഷ്യൻസ്, അനസ്തേഷ്യസ്റ്റ്, പൾമോണറി സ്പെഷ്യലിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റോ, റെസിപ്രേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നഴ്സസ്. ഇത്രയും പേരാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അത് ഓക്കെ ആണോ? ഓക്കെ. ഇനി അഡ്മിനിസ്ട്രേഷൻ must make sure. ഇനി വെന്റിലേറ്ററിലെ ആ വെന്റിലേറ്റർ സംവിധാനം ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നോക്കാം. The preventive maintenance of equipment to be done periodically. The preventive maintenance of equipment to be done periodically. എന്താണ് പറയുന്നത്?
എന്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്? എക്യുപ്മെന്റ്സുകൾ അല്ലെ, മെക്കാനിക്കൽ വെന്റിലേറ്ററിലുള്ള എക്യുപ്മെന്റ്സുകൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ എന്താണ് മിസ്റ്റേക്കുകളോ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദെൻ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണ്, വെന്റിലേഷൻ സൗകര്യം എന്ന് പറയുന്നത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു യന്ത്രമാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള ഫെസിലിറ്റീസ് എന്താണ്, എക്യുപ്മെന്റ്സുകൾ എന്താണ് എപ്പോഴും വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കണം. ഒബ്റ്റൈനബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ വെന്റിലേറ്റർ. എന്താണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം വെന്റിലേറ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഇൻ കെയർ അല്ലെ, നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ തന്നെയായിരിക്കണം, കെയർ പ്രൊവൈഡേഴ്സ് സ്റ്റാഫുകൾ തന്നെയായിരിക്കണം ആ വെന്റിലേറ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് ക്ലിയർ അല്ലേ? മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്? ഓക്കെ. Then strict protocol, the care of ventilator patients. Strict protocol, care of ventilators patients. എന്താണ്, വെന്റിലേറ്റർ പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ്, സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെ, പരിചരണത്തിന് കർശനമായിട്ടുള്ള പ്രോട്ടോകോൾസ് തന്നെ പിന്തുടരേണ്ടതുണ്ട്. Sufficient resource should be available. എന്താണ്, റിസോഴ്സസ്, വെന്റിലേറ്റർ സൗകര്യത്തിലെ എല്ലാ റിസോഴ്സും സഫീഷ്യന്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മസ്റ്റ്? ഏതൊക്കെയാണ് വരുന്നത്? എക്യുപ്മെന്റ്സുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത്. ദെൻ എന്താണ്, അവിടെ സ്ട്രിക്റ്റഡ് ആയിട്ടൊരു പ്രോട്ടോകോൾസ് പേഷ്യൻസിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ അവൈലബിൾ ഓഫ് റിസോഴ്സസ്, നല്ല രീതിയിലുള്ള വിഭവങ്ങൾ ലഭ്യമായിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അപ്പോ വെന്റിലേറ്ററുമായി വരുന്നത്. ഓക്കെ, എന്താണ് ആ ചാപ്റ്റർ തീർന്നു. ചെറിയ ചാപ്റ്റർ ആയിരുന്നല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആകെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ഇത് മാത്രമാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ കുറച്ചൊക്കെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ വെന്റിലേറ്ററോട് പേടിയാണ്, പക്ഷെ ഏറ്റവും പഠിക്കാൻ എളുപ്പം തന്നെയാണ്. ഓക്കെ, ഇത് പഠിച്ച ഭാഗങ്ങളൊന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞേ? ഏതൊക്കെ പീരീഡിലാണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമായി വരുന്നത്? ഏതൊക്കെ പീരീഡിലാണ്? പറഞ്ഞോ ഗംഗ. സർജറിയുടെ അത് രണ്ടിലാണ് വെന്റിലേറ്ററിൽ ആവശ്യം വരുന്നത്. എങ്ങനെയാണ്, ഹൗ ഡസ് എ വെന്റിലേറ്റർ വർക്ക്? വേറൊരാൾ പറഞ്ഞേ, എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ, അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റിയിട്ട് അവിടേക്ക് ഓക്സിജൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മുടെ ബോഡിയിലുള്ള എയർവേസ് വഴിയാണ് കൊടുക്കുന്നത്. ആ എയർവേസ് എന്ന് പറയുന്നത് നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻ പൈപ്പ് ആൻഡ് ലങ് ട്യൂബ്. അതൊക്കെ വഴിയാണ് നമ്മൾ ഓക്സിജൻ ഒരു ബോഡിയിൽ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് വെന്റിലേറ്റർ വഴി കടത്തിവിടുന്നത്. വെരി ഗുഡ്. ഓക്കെ, ഏതൊക്കെ മെത്തേഡ്സ് ആണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് വെന്റിലേറ്ററിൽ ഓക്സിജൻ പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ബ്രീത്തിങ് ട്യൂബും ഫിൽറ്റർ മാസ്കും. ബ്രീത്തിങ് ട്യൂബ് ആൻഡ് ഫിൽറ്റർ മാസ്ക്. ഓക്കെ, ഇനി ഒരു കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ് വെന്റിലേറ്ററിൽ തുടരുമ്പോൾ അയാൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്? കംഫർട്ടബിൾ, unable to speak, eat, move about, unable to do. Okay. വെന്റിലേറ്ററിൽ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ,
അതുപോലെ തന്നെ ബ്രീത്തിങ് നോക്കും, പിന്നെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, പിന്നെ കൂടെ ആ ഒരു പേഷ്യന്റിന് എക്സ്റേയും ചെസ്റ്റിന്റെ എക്സ്റേസും സ്കാനിങ് എടുക്കണം. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ബ്ലഡിന്റെ ഓക്സിജന്റെ അളവ് എന്തോരം ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലെന്നുള്ളതും അത് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് ആ പേഷ്യന്റിന് വെന്റിലേറ്റർ അയക്കുന്ന പേഷ്യന്റിന്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് മെക്കാനിക്കൽ വെന്റിലേഷൻ ഉള്ളത്? എഫേർട്ട് ഓഫ് ബ്രീത്ത് ഒരു പ്രശ്നമായിട്ട് വരില്ല. പിന്നെ ബ്രീത്തിങ് നോർമൽ ആയിട്ട് വരാം. ഓക്സിജൻ അവന് ആ പേഷ്യന്റിന് ആവശ്യമുള്ള ഓക്സിജൻ റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേബിൾ എയർവേ വരും. പിന്നെ ബോഡി മേക്ക് ബെറ്റർ ആവും മെഡിക്കേഷൻസിലൂടെ. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തൊക്കെ റിസ്കുകളാണ് ഒരു വെന്റിലേറ്റർ ഉള്ളത്? ഇൻഫെക്ഷൻ വരാം, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്, പിന്നെ സെഡേഷൻ റിലേറ്റഡ് ഡിംനേഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇഞ്ചുറി. ഈ ലങ് ഇഞ്ചുറിയിൽ തന്നെ 3 ടൈപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഓക്സിജൻ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് പ്രഷർ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ലങ്സിലേക്കും ചെസ്റ്റിലേക്കും ഒരുപാട് അളവിൽ ഓക്സിജൻ കയറുമ്പോഴും, പിന്നെ ഓക്സിജന്റെ ഒരുപാട് ഓക്സിജന്റെ അളവ് ലങ്സിലേക്ക് കൂടുമ്പോഴും വരുമ്പോഴാണ് ലങ് ഇഞ്ചുറി കൂടുതലായിട്ടും സംഭവിക്കുന്നത്. Okay, very good. Who attends to the patient on a mechanical ventilator? ആരൊക്കെയാണ് അസിസ്റ്റ് ചെയ്യുന്നത് പേഷ്യന്റിനെ? ഫിസിഷ്യൻ, അതുപോലെ തന്നെ അനസ്തീഷ്യൻസ്, പൾമണറി സ്പെഷ്യലിസ്റ്റ്, physiotherapist or respiratory therapist, and nurses are liable to take care of them. Okay, very good. Administration procedure കൂടി ഒന്ന് പറഞ്ഞേ, വേറൊരാൾ പറഞ്ഞേ. മെയിൻ്റെനൻസ് പീരിയോഡിക്കലി നടന്നിട്ടുണ്ടാവണം. വെൽ ട്രെയിൻഡ് സ്റ്റാഫിനെ ആയിരിക്കണം വെന്റിലേറ്ററിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ സ്ട്രിക്ട് പ്രോട്ടോകോൾ എപ്പോഴും വെന്റിലേറ്ററിൽ ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നിങ്ങൾ അടുത്ത ദിവസം ഏത് ചാപ്റ്ററാണ്? ഓക്കെ, ലേബർ റൂം കേട്ടോ. ലേബർ റൂം എടുത്ത് വെക്കുക കേട്ടോ. ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ വ്യത്യാസമായിരിക്കാം. നമ്മൾ ടീച്ചർ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞേ? മിസ്സെ പറയാം. ഒന്ന് ഹോസ്പിറ്റൽ വാർഡ് 10ാമത്തെ ചാപ്റ്റർ, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ വെന്റിലേറ്റർ. 3 ചാപ്റ്റർ ആണ് മിസ് എടുത്തിട്ടുള്ളത് മൊഡ്യൂൾ 1-ത്തെ. മൊഡ്യൂൾ 1-ൽ നമുക്കൊരു ചാപ്റ്റർ തീരാനുണ്ട്. 8ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ല മാഡം. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടില്ല. വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ആരാ പറഞ്ഞത്? ക്രിസ്റ്റി മാഡം, ക്രിസ്റ്റി പൗലോസ്. ഓക്കെ, എന്നാ വേറെ സംശയമൊന്നുമില്ലെങ്കിൽ എന്നാ ലീവ് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ ലേബർ റൂം കേട്ടോ. ലേബർ റൂം. ഓക്കെ, താങ്ക് യു. Thank you. Thank you, Miss. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.